കേരളത്തിൽ അഴിമതിയിൽ മുന്നിൽ നിൽക്കുന്ന നഗരസഭയാണ് പന്തളം നഗരസഭയെന്ന് സന്ദീപ് വാര്യർ 24നോട്. പന്തളവും പാലക്കാടും ഭരണപരാജയത്തിന്റെ ഉദാഹരണങ്ങളാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ഒപ്പം ചേരുകയാണ്. കോൺഗ്രസിലെത്തിയതിനു ശേഷം അദ്ദേഹം ആദ്യമായാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. ഇന്ന് KPCCയിൽ അദ്ദേഹത്തിന് സ്വീകരണമുണ്ട്, പരിപാടികളുണ്ട്. KPCC പുനഃസംഘടന വരുന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള ചുമതലയുള്ള കാര്യം സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ മറ്റോ ചെയ്തിരുന്നോ? അല്ല, ഞാൻ കോൺഗ്രസ്സിൽ ചേർന്നത് അൺകണ്ടീഷണലായിട്ടൊരു സാധാരണ പ്രവർത്തകനായിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അതൊക്കെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് നേതൃത്വം എന്താണോ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും. ഈ പന്തളം നഗരസഭ കേരളത്തിൽ BJP ഭരിക്കുന്ന രണ്ടാമത്തെ നഗരസഭയാണ്. പന്തളത്തിൽ നിന്ന് അവിശ്വാസം ചർച്ചയ്ക്കെടുക്കുകയാണ്. പാലക്കാട് തോറ്റ BJP സ്ഥാനാർത്ഥിക്ക് ചുമതലയുള്ള ഒരു നഗരസഭ കൂടിയാണ്. കൃഷ്ണകുമാറിനല്ലേ പന്തളത്തിൻ്റെ ചർച്ച? സ്വാഭാവികം പന്തളം നഗരസഭയുടെയും അവസ്ഥ തന്നെയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പന്തളം നഗരസഭ കേരളത്തിലെ കറപ്ഷനിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരു നഗരസഭയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പന്തളവും പാലക്കാടും കേരളത്തിലെ അഡ്മിനിസ്ട്രേഷൻ ഫെയിലിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായിട്ടുള്ള രണ്ട് നഗരസഭകളാണ്. തമ്മിലടിയും പരസ്പരമുള്ള കുതികാൽവെട്ടലുമൊക്കെയായി ഗ്രൂപ്പുകളിയുമൊക്കെയായി ജനങ്ങളെ ഏൽപ്പിച്ച ദൗത്യം മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടത്. അതാണ് പാലക്കാടും സംഭവിച്ചത്, അതാണ് പന്തളത്തും സംഭവിക്കുന്നത്.